ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ആന്ധ്രാതീരത്ത് ആഞ്ഞടിച്ച് കടന്നുപോയ മോന്ത ചുഴലിക്കാറ്റിൻ്റെ വാർത്ത നമ്മളെല്ലാവരും കണ്ടു. അത് തീരം തൊട്ടതിനെ തുടർന്ന് ആന്ധ്രയിലെ ജനജീവിതം സ്തംഭിക്കുകയും കേരളത്തിൽ പോലും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കത്രീന, നിസർഗ, ഓഗി എന്നിങ്ങനെയുള്ള പേരുകൾ ചുഴലിക്കാറ്റുകൾക്ക് നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇത്തവണത്തെ മോന്ത എന്ന പേര് കേട്ടത്. കേരളത്തിൽ മോന്ത എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടി ഉള്ളതുകൊണ്ട് ഈ പേരിനോട് നമുക്കൊരു കൗതുകം തോന്നിയിരുന്നു. ശരിക്കും ഈ പേരിട്ട് തായ്ലാൻഡാണ്. സുഗന്ധമുള്ള പുഷ്പം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അവരെന്തിനാണ് ഒരു ചുഴലിക്കാറ്റിന് ഇങ്ങനെ അർത്ഥം വരുന്നൊരു പേരിട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ചുഴലിക്കാറ്റുകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പേരുകൾ നൽകുന്നതെന്നും എന്തിനാണ് പേരിൽ പരിപാടി എന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ ഒരേ സമയം സജീവമായാൽ അവയെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും ഇത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ നിരീക്ഷകർക്ക് അവ തമ്മിൽ മാറിപ്പോകാതെ കൃത്യമായി പഠിക്കാനും പൊതുജനങ്ങളിലേക്ക് മുന്നറിയിപ്പുകൾ വേഗത്തിലും എളുപ്പത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പേരിടൽ രീതി തുടങ്ങിയത്. ലോക കാലാവസ്ഥാ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പേരുകൾ നൽകുന്നത്. ഈ സംഘടനയുടെ കീഴിൽ 6 കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ കീഴിലുള്ള കേന്ദ്രം. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ഡൽഹിയിലുള്ള ഈ കേന്ദ്രമാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാൽഡീവ്സ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലാൻഡ്, UAE, യമൻ എന്നിങ്ങനെ 13 രാജ്യങ്ങളാണ് ഈ കേന്ദ്രത്തിന് കീഴിലുള്ളത്. ഈ രാജ്യങ്ങൾ ഊഴമനുസരിച്ചാണ് പേരുകൾ നൽകുന്നത്. അക്ഷരമാല ക്രമത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. മോന്ത എന്ന പേര് നൽകിയ തായ്ലാൻഡിന് ശേഷം അടുത്ത ഊഴം UAEക്കാണ്. അവർ അടുത്ത ചുഴലിക്കാറ്റിനെ നിർദ്ദേശിച്ച പേര് സെന്യാർ എന്നാണ്. അതിനുശേഷം യമൻ്റെ ദിത്വ, ബംഗ്ലാദേശിൻ്റെ അർണബ്, ഇന്ത്യയുടെ മുരസു എന്നിങ്ങനെയുള്ള പേരുകളും വരാനുണ്ട്. ഇത് ചുമ്മാ നമുക്ക് തോന്നുന്ന ഒരു പേര് നിർദ്ദേശിക്കാൻ പറ്റില്ല. അതിന് ചില റൂൾസ് ഉണ്ട്. പേര് ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം എന്നതാണ് പ്രധാനം. അതുപോലെ രാഷ്ട്രീയപരമായോ മതപരമായോ സാംസ്കാരികപരമായോ യാതൊരു സൂചനയും നൽകുന്ന പേരുകൾ പാടില്ല. പരമാവധി 8 അക്ഷരങ്ങളിൽ കൂടാനും പാടില്ല. മറ്റൊരു പ്രധാന കാര്യം, ഒരിക്കൽ നൽകിയ പേരുകൾ വീണ്ടും ഉപയോഗിക്കാനും കഴിയില്ല. ഒരു സമയത്ത് കൊടുങ്കാറ്റുകൾക്ക് കൂടുതലും സ്ത്രീകളുടെ പേരുകളായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് പുരുഷനാമങ്ങൾ വന്നെങ്കിലും നിലവിൽ എല്ലാവർക്കും സ്വീകാര്യമായ ജെൻഡർ ന്യൂട്രൽ പേരുകളാണ് കൂടുതലും തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഇനിയൊരു ചുഴലിക്കാറ്റ് വരുമ്പോൾ പേര് കേട്ട് ഞെട്ടണ്ട. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വേറൊരു കിടിലൻ വിഷയവുമായി കാണാം. ബൈ.